ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ബാക്കിയുള്ളവർ പതുക്കെ വരട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രെയിനിങ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ആക്ച്വലി ഇത് നമുക്കൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് പൊതുവെ ചോദിച്ച് കാണാറ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കുന്ന പോർഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം. ട്രെയിനിങ് അതെ, പിന്നെ അത് കണ്ടക്ട്, മൊറാലെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു പോർഷന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഓഡിയോ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെയിനിങ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു പോർഷനാണ്. എന്താ ട്രെയിനിങ് എന്ന് വെച്ചാൽ? ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നിങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ടീച്ചേഴ്സ് ആണ്. നിങ്ങൾക്കൊക്കെ ട്രെയിനിങ് തരാറില്ലേ? ടീച്ചേഴ്സ് ട്രെയിനിങ് തരാറില്ലേ? എന്തിനാ ടീച്ചേഴ്സ് ട്രെയിനിങ് തരുന്നത്? അല്ലെങ്കിൽ ട്രെയിനിങ് എന്തിനാ തരുന്നത്? ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് എന്തിനാ തരുന്നത്? പരിശീലനമാണ്. എന്തിനാണ് ട്രെയിനിങ് തരുന്നത്? എന്തിനു വേണ്ടിട്ടാ? എന്താ അത് ലക്ഷ്യം വെക്കുന്നത്? അല്ല, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തിനാ ട്രെയിനിങ് തരുന്നത്? ടു ബിക്കം മോർ എഫിഷ്യന്റ് അല്ലേ? അത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേഞ്ചിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അതായത് ഒരു ടെക്നോളജി ഡെവലപ്മെന്റിൽ നിന്നും മറ്റൊരു ടെക്നോളജി ഡെവലപ്മെന്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു സിസ്റ്റം ആയിരിക്കില്ല ഒരു 1 മന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്. സോ ഈ ഒരു ചേഞ്ചിനെ കോപ്പപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളും പ്രസന്റ് ജനറേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ തൊഴിലിൽ മാറണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം. അങ്ങനെയുള്ള അറിവ് നമുക്ക് ലഭ്യമാകുന്നത് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും, ഇപ്പൊ ടീച്ചിങ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിലുള്ളതാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിലുള്ളതാവണമെന്നൊന്നുമില്ല. ഏതൊരു പെർസ്പെക്റ്റീവിലും നമുക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു ട്രെയിനിങ് പ്രോസസ് ഉണ്ടാകും. ഇപ്പൊ നമുക്കറിയാം ഒരു ജോലിക്കൊക്കെ ആദ്യമായിട്ട് ആളെ ഹയർ ചെയ്യുമ്പോൾ ട്രെയിനി ആയിട്ടാണ് അല്ലെ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിനെ പെർമനന്റ് ആയിട്ട് ആക്കുന്നത്. അതിന് കാരണം എന്താ? ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ജോലികള് കൃത്യമായിട്ട് നടപ്പിലാക്കി എടുക്കാൻ അദ്ദേഹത്തിനെ വെൽ ഡെവലപ്ഡ് ആക്കി എടുക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ട്രെയിനി എന്ന രീതിയിൽ അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത് അല്ലെ? അത്തരത്തിൽ കൂടുതൽ കൂടുതൽ സ്കിൽഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്ന്. നമുക്കറിയാം ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിനൊരു എൻഡ് ഇല്ല. കാരണം അത് എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ആളുകളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഒരിക്കലും അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ? അസേർഷൻ റീസൺ അല്ല, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ട് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആർ ഫോൾസ്, ആ ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അത് ശരിയാണോ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് ശരിയാണ് അല്ലെ? ട്രെയിനിങ് എപ്പോഴും എങ്ങനെയാണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിനൊരു എൻഡ് ഇല്ല. അത് ഇൻഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് എൻഡ്ലെസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ കാലത്തിനനുസരിച്ചിട്ട് അവ ചൂസ് ചെയ്യുന്ന ടെക്നിക്കലി ഡിഫറൻസ് ഉണ്ടാവാം, പക്ഷേ ആ ഒരു ട്രെയിനിങ് പ്രോസസ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും.
സോ ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മീൻസ് ഗിവിംഗ് സിസ്റ്റമാറ്റിക് ഗൈഡൻസ് ടു ഒഫീഷ്യൽസ് സോ ദാറ്റ് ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒഫീഷ്യൽസിന് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എന്ന് വെച്ചാൽ അവരുടെ ജോബിനോടുള്ള ആറ്റിറ്റ്യൂഡും അവർ കൈകാര്യം ചെയ്യുന്ന ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡുമാണ് കേട്ടോ. അവരുടെ ആറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുന്നതിന്, ഇല്ല ഡെവലപ്പ് ചെയ്യുന്നതിന്, ബിഹേവിയർ മാറ്റം വരുത്തുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നൽകുന്ന ഗൈഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫോർമൽ പ്രോസസ്. അതൊരു ഫോർമൽ പ്രോസസ് ആണ്. അതിനൊരു സിസ്റ്റമറ്റൈസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഗൈഡൻസിലൂടെ ആയിരിക്കും ട്രെയിനിങ് നടത്തുന്നത്. ഇനി ഒരു ഡെമോക്രാറ്റിക് വെൽഫെയർ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു സെർവ് ദ പീപ്പിൾ ആണ്, അല്ലെ? ജനങ്ങളെ കാര്യക്ഷമതയോടുകൂടി സേവിക്കുക, അവർക്ക് സത്യസന്ധമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള കറപ്റ്റഡ് ആക്ടിവിറ്റീസും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. അത്തരമുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ഡെമോക്രാറ്റിക് വെൽഫെയർ സ്റ്റേറ്റിൽ ട്രെയിനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്. ഇവിടെ സയൻസിൽ ഡിഫറൻസ് ഉണ്ടാവാം, ടെക്നോളജിയിൽ ഡിഫറൻസ് ഉണ്ടാവാം, സോഷ്യൽ അവയർനെസ്സിൽ ചേഞ്ച് ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള ചേഞ്ചസിനെ എല്ലാം കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് പ്രോസസ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? എന്താണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്തിനാണ് ട്രെയിനിങ് എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? സ്പീഡൊക്കെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മീനിങ് ഓഫ് ട്രെയിനിങ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെ ഇനിയും പറയാൻ പോകുന്നത്. റെപ്പറ്റീഷൻ വരും, അത് ഈ ഒരു കോൺസെപ്റ്റിന്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ മീനിങ് ഓഫ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? ട്രെയിനിങ് റെഫേഴ്സ് ടു organized efforts that help civil servants perform their duties better in the present and prepare for future responsibilities. അപ്പൊ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സിവിൽ സർവൻസിനെ, നമ്മുടെ ബ്യൂറോക്രാറ്റ്സിൽ തന്നെ സിവിൽ സർവൻസിനെ അവരുടെ ഡ്യൂട്ടീസ് ഇപ്പോൾ ഈ പ്രസന്റ് ടൈമിൽ നന്നായിട്ട് ചെയ്യുവാനും ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അവരുടെ ഡ്യൂട്ടീസിനെ കൃത്യമായിട്ട് ചെയ്യാനുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുക. അതായത് പ്രസന്റ് ടൈമിലെയും ഫ്യൂച്ചർ ടൈമിലെയും റെസ്പോൺസിബിലിറ്റീസ് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സിവിൽ സർവൻസിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡെഫിനേഷൻ ആയിട്ട് അതാണ് പറയുന്നത്. ആൻഡ് ഇത് പറയുന്നത് എന്താ? ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ജസ്റ്റ് വൺസ് ബട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ കരിയർ ഓഫ് ആൻ ഓഫീസർ. അത് ഒരു സിവിൽ സർവന്റ് ജോലിയിൽ പ്രവേശിക്കുന്ന ആ സമയം തൊട്ട് റിട്ടയർമെന്റ് സ്റ്റേജ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഇടയ്ക്ക് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിന്നു പോകുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഉണ്ടാകുന്ന ഒന്നല്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നുള്ളതാണ്. ഫ്രം ബിഗിനിങ് ടു എൻഡ് ആണ് ഈ പറയുന്ന ട്രെയിനിങ് നൽകുന്നത്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് കോമ്പിറ്റൻസ് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ നോളജ് ആൻഡ് സ്കിൽസ്. And at the same time, it shapes the right attitudes, discipline and a sense of responsibility. ഒരു ഓഫീസർക്ക് കൃത്യമായിട്ടുള്ള അറിവ് പ്രൊവൈഡ് ചെയ്യുക, അതിനുള്ള സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അതേ സമയം തന്നെ അവരെ ആരെയാണോ സേവിക്കുന്നത് ആ സേവിക്കുന്നവരോട് കൃത്യമായ രീതിയിൽ വെൽ ബിഹേവ് ചെയ്യുവാനും ഡിസിപ്ലിനോടുകൂടി ബിഹേവ് ചെയ്യുവാനും അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുവാനും അവരെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അതിനവരെ സഹായിക്കുക എന്നുള്ളത് ട്രെയിനിങ്ങിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നു. ഓക്കെ ആണല്ലോ? നമ്മൾ ആദ്യത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക.
ഇനി പറയുന്ന റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് നൽകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് പല രീതിയിൽ ഈ പറയുന്ന ട്രെയിനിങ്ങിനെ അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തേത് ഡെമോക്രാറ്റിക് ഓറിയന്റേഷൻ ആണ്. നിങ്ങൾ ഇവിടെ ഇത്രയും ചെയ്താൽ മതി. ഈ പോയിന്റുകൾ പഠിക്കുക, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മൈൻഡിൽ വെക്കുക. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ഈ പോയിന്റുകൾ മാത്രമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. പോയിന്റുകൾ മാത്രം പഠിക്കുക, ബാക്കി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയും മതി. സോ ഡെമോക്രാറ്റിക് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു സെർവ് ദ പീപ്പിൾ. ജിഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, കേൾക്കുന്നില്ലല്ലോ, ഒന്ന് ഉറക്കെ പറയൂ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഡൗട്ട് ആണെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്, മൈക്കോൺ ആയത്, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഡെമോക്രാറ്റിക് ഓറിയന്റേഷൻ ആണ്. മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം, ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ക്ലാസ്സിൽ വരും. നമുക്ക് കുഴപ്പമില്ല, മറ്റുള്ളവർ കേൾക്കുമ്പോഴേ, റെക്കോർഡഡ് കേൾക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവേ. ഓക്കെ, അപ്പോൾ ഡെമോക്രാറ്റിക് ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ജനങ്ങളെ സേവിക്കുക, ടു സെർവ് ദ പീപ്പിൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് ഈ ഓഫീസേഴ്സിനെ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി അല്ലെങ്കിൽ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഡെമോക്രാറ്റിക് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റില് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ആ എയിം സാധ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ഓഫീസേഴ്സിനെ ഒരു സിറ്റിസൺ സെൻട്രിക് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ പോയിന്റ്? ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി രണ്ടാമത്തേത് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓഫീസേഴ്സിനെ സ്കിൽസ്, അതായത് എന്തൊക്കെ ആണ്? പോളിസി മേക്കിങ്ങിനുള്ള സ്കിൽസ്, പോളിസികൾ പ്ലാൻ ചെയ്യുന്നതിനുള്ള സ്കിൽസ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, കോർഡിനേഷൻ, ഇങ്ങനെ 4 കാര്യങ്ങളിൽ അവർക്ക് സ്കിൽസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആ എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും അല്ലെ വേണ്ട, ഇല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ളതായിരിക്കണം. അപ്പൊ ആ ഒരു ടൈമില് ഓഫീസേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. എന്താണ് വേണ്ടത് എന്ന് അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ ട്രെയിനിങ്ങിലൂടെ അവർ വികസിപ്പിച്ചെടുക്കുന്ന സ്കിൽസ് എന്തൊക്കെയാണ്? പോളിസി മേക്കിങ്ങിനുള്ള സ്കിൽസ് ഉണ്ട്, പ്ലാനിങ്ങിനുള്ള സ്കിൽസ് ഉണ്ട്, ലീഡർഷിപ്പിനുള്ള സ്കിൽസ് ഉണ്ട്, അതുപോലെ തന്നെ കോർഡിനേഷനുള്ള സ്കിൽസ് ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ജസ്റ്റ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ക്ലിയർ ആയോ? ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ആ പ്രോഗ്രാംസുകളെ ഇംപ്ലിമെന്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഒന്നാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. ഈ 2 പോയിന്റ്സും ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകട്ടെ.
ഓക്കെ, സ്ക്രീൻ ഒക്കെ വിസിബിൾ ആണോ? എനിക്ക് ഇവിടെ ഒരു ചെറിയ റേഞ്ച് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് വരുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത്, ഇപ്പൊ സ്ക്രീൻ ഉണ്ടോ? സ്ക്രീൻ ഓക്കെ ആയോ? ഇവിടെ കുറച്ച് മഴ, ഇടി, കാറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം റേഞ്ച് വൈഫൈ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ ആൻഡ് സെൻട്രൽ ട്രെയിനിങ് ആണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ആൻഡ് സെൻട്രൽ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ട്രെയിനിങ് നമുക്ക് പല രീതിയിൽ കിട്ടാം. ഒന്നെന്ന് പറയുന്നത്, ഈ ചില ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലായിരിക്കും. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ പോലീസ് ഓഫീസേഴ്സിന് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, അല്ലെങ്കിൽ IAS ഓഫീസേഴ്സിന് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, IFS ഓഫീസേഴ്സിന് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും ചില രീതിയിൽ നടത്തുന്നത്. അതിനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ട്രെയിനിങ് എന്ന് പറയും. എന്നാൽ ഇത് കൂടാതെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോമൺ ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ സെൻട്രൽ ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ IASഉം IPSഉം IFS ഓഫീസേഴ്സും എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ട്രെയിനിങ് നടത്തുക. ഇപ്പൊ നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരെ ഈ IAS, IPS, IFS ഓഫീസേഴ്സ് തരം തിരിക്കുന്നതിന് മുന്നേ തന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു ഓറിയന്റേഷൻ കൊടുക്കത്തില്ലേ? അതൊക്കെ സെൻട്രൽ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പൊ ഈ IPS ഓഫീസേഴ്സിനൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ? IAS ഓഫീസേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പം അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി കൊടുക്കുന്നുണ്ട് അല്ലെ? അവർക്ക് നൽകുന്ന ട്രെയിനിങ്ങുകളെ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ കോമൺ ആയിട്ട് ട്രെയിനിങ് നൽകുന്നതിനെ സെൻട്രൽ ട്രെയിനിങ് എന്നും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നൽകുന്നതിനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ട്രെയിനിങ് എന്നും പറയും. ക്ലിയർ ആയോ? ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ, അല്ലാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും വളരെ കുറവായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി, എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചിരിക്കുക, അല്ലാതെ പഠിക്കുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്താണ് ഇതെന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ തന്നിരിക്കുന്നത്, വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ് ആണ്. നാലാമത്തേതാണ് സ്പെഷ്യൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ്. സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അല്ലെങ്കിൽ എമർജിങ് ആയിട്ടുള്ള ടാസ്കുകൾക്കുള്ള ട്രെയിനിങ് ആണ്. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇക്കണോമിക്സ്, ലോ, സോഷ്യൽ സയൻസ്, ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നോളജ് നൽകുന്നതിനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. പുതിയ പുതിയ ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകുന്നതിനെയാണ് സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 4 ഒന്നുകൂടെ പറയണോ? 4 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഒന്നുകൂടെ പറയണോ? നാല് ടൈപ്പ് ഒന്നുകൂടെ പറയണോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ എല്ലാവരും തന്നെ ടീച്ചേഴ്സ് ഒക്കെയാണ്, സോ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആദ്യത്തേത് ലെക്ചർ മെത്തേഡ് ആണ് അല്ലെ? നോർമലി നമുക്ക് കിട്ടുന്ന മെത്തേഡ് ഏതെന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ്. നമുക്ക് ഏത് സബ്ജക്റ്റിലാണോ ട്രെയിനിങ് നൽകുന്നത് ആ സബ്ജക്റ്റില് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയോ വിളിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ കോൺസെപ്റ്റുകളെ കുറിച്ച്, റൂൾസുകളെ കുറിച്ച്, പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എന്ത് ചെയ്യുന്നു, ലെക്ചറിങ് നടത്തുന്നു അല്ലെ?
അപ്പൊ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ റോൾ ആർക്കായിരിക്കും? ആരാണോ ആ ലെക്ചറിങ് നടത്തുന്നത് ആ വ്യക്തിക്കായിരിക്കും അവിടുത്തെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഓഡിയൻസിനെ പോലെ, അല്ലെങ്കിൽ ഓഡിയൻസിന് വളരെയധികം ചാൻസസ് കുറവുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കുറവുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതിനൊരു വളരെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസസിന് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ടീച്ചിങ് ഒക്കെ പഠിച്ച സമയത്ത് അവിടെ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ലെക്ചർ മെത്തേഡാണ് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് ഈ കോൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, റൂൾസ്, പ്രൊസീജിയേഴ്സും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നതിന് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു 2 or 3 ഇൻഡിവിജ്വൽസ് ചേർന്ന് ക്ലാസ്സുകൾ എടുത്തു തരുന്നതിനെയാണ് നമ്മൾ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ടീച്ചർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് പോലെയൊക്കെയുള്ള മെത്തേഡിങ് സിസ്റ്റമാണ് അല്ലെ. അവിടെ നമുക്ക് ഓഡിയൻസിന് അധികം ഇല്ലെങ്കിൽ അവിടെയുള്ള ട്രെയിനീസിന് അധികം റോള് ഉണ്ടാകുന്നില്ല. രണ്ടാമത്തേത് സിൻഡിക്കേറ്റ് മെത്തേഡാണ്. സിൻഡിക്കേറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ ട്രെയിനിങ് നൽകേണ്ടത് ആ ഓഫീസേഴ്സിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ച് ഡിസ്കഷൻ ചെയ്യാൻ വിടും. എന്നിട്ട് അവർക്ക് നൽകുന്ന പ്രോബ്ലംസ് ഡിസ്കഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്ത് ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു ടീം വർക്ക് ഉണ്ടാകും, പരസ്പരം കമ്മ്യൂണിക്കേഷന് ഇവിടെ സാഹചര്യമുണ്ട്. ലെക്ചർ മെത്തേഡിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അവിടെ ജസ്റ്റ് എന്താണ്, നോളജ് ഡെലിവറിങ് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെ. എന്നാൽ സിൻഡിക്കേറ്റ് മെത്തേഡിൽ ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ച് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ പ്രോബ്ലം സോൾവിങ് സ്കിൽസിലൂടെ എന്ത് ചെയ്യും, നല്ലൊരു ടീം വർക്കോട് കൂടി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഇത് സഹായിക്കും. ക്ലിയർ ആണല്ലോ? നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഡിസ്കഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാറില്ലേ? അതൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സിൻഡിക്കേറ്റ് മെത്തേഡ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? രണ്ട് മെത്തേഡും ക്ലിയർ ആയോ? ലെക്ചർ മെത്തേഡും സിൻഡിക്കേറ്റ് മെത്തേഡും ക്ലിയർ ആയോ? ഓക്കെ. ഇനി മൂന്നാമത്തേത് വളരെ നല്ലൊരു മെത്തേഡാണ്. ഒപ്പം തന്നെ നമുക്ക് വളരെ അധികം ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, നോളേജ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് കേസസ് ഓഫീസേഴ്സിന് അനാലിസിസിന് വേണ്ടിയിട്ട് നൽകും. ആൻഡ് അവരെന്ത് ചെയ്യും, അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് എങ്ങനെയാണ് അതിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, അതുപോലെ എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്ന് പഠിക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു റിസ്കിനെ ഫേസ് ചെയ്യുന്നില്ല. നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതായത് കേസ് സ്റ്റഡി അനാലിസിസ് ആണ്. ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നില്ല, റിയൽ ആയിട്ട് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൽ എന്ത് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്, അതിന്റെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഓഫീസേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡും ഈ കേസ് സ്റ്റഡി മെത്തേഡാണ്. അതായത് നിലവിലുള്ള സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്ത് ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും വന്നാൽ അതിനെ സോൾവ് ചെയ്യാൻ ഒരു മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഇന്റർവ്യൂ മെത്തേഡാണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ട്രെയിനേഴ്സിന് എന്ത് ചെയ്യും, ട്രെയിനേഴ്സിന് കുറച്ച് ക്വസ്റ്റ്യനെയർ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവരെന്ത് ചെയ്യും, അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് ഫീഡ്ബാക്കിംഗ് സിസ്റ്റം ഒക്കെ എടുത്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇന്റർവ്യൂ മെത്തേഡ്. പൊതുവെ നമ്മുടെ സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് അല്ലേ. നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കണ്ടന്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ
ഉപയോഗിച്ച് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റനെയർ ഉപയോഗിച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരും അല്ലേ? അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. കേസ് സ്റ്റഡി മെത്തേഡുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇന്റർവ്യൂ മെത്തേഡിനുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? കേസ് സ്റ്റഡി മെത്തേഡിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ല, പക്ഷെ ഇന്റർവ്യൂ മെത്തേഡിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫീഡ്ബാക്കിംഗ് സിസ്റ്റവും ഇവിടെ ഉണ്ടാകും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് റോൾ പ്ലേ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ടീച്ചിങ്ങിൽ പഠിച്ചു കാണും അല്ലേ? ടീച്ചിങ്ങിൽ പഠിച്ചു ഇതൊക്കെ? മിസ് പഠിപ്പിച്ചായിരുന്നു ഇതൊക്കെ? റോൾ പ്ലേ ഒക്കെ പഠിപ്പിച്ചായിരുന്നോ? ബി എഡിൽ പഠിച്ചു. അല്ലാണ്ട് ഇപ്പം അനഘ മിസ് പഠിപ്പിച്ചോ നിങ്ങളെ? അനഘ മിസ്സോ ശ്രുതി മിസ്സോ ആരെങ്കിലും പഠിപ്പിച്ചോ നിങ്ങളെ? ഇത് പഠിപ്പിച്ചോ? മേ ബി ഇതിലേക്ക് എത്തുന്നതേ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി റോൾ പ്ലേ ആണ്. റോൾ പ്ലേയിൽ എന്താ ചെയ്യുന്നത്? ഓഫീസേഴ്സ് ആക്ട് ഔട്ട് റിയൽ അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റുവേഷൻസ് ടു പ്രാക്ടീസ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഇൻ എ സേഫ് എൻവയോൺമെന്റ്. അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. അതായത് ഒറിജിനലി അവർ എന്ത് ചെയ്യും? അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് അതിനെ കോപ്പ് ചെയ്യേണ്ടതെന്ന് പ്രാക്ടീസ് ചെയ്യും. അത് നോർമലി ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണോ ആ രീതി തന്നെയായിരിക്കും ഒരു ചെയ്യുന്നത്. എന്നാൽ അത് ഒറിജിനൽ സിറ്റുവേഷൻ ആണോ, അവരൊരു സേഫ് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അതിൽ അവർ എന്ത് ചെയ്യും? റോൾ പ്ലേ ചെയ്യും. അവർ ആ കൺസേൺ റോൾസ് എടുത്ത് അവര് പ്ലേ ചെയ്യുന്നതിനെയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ ഇവിടെ ഇത്ര ഓർത്താൽ മതി. റോൾ പ്ലേ എന്താണ്? ട്രെയിനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് ആണ് എന്ന് മാത്രം ഓർത്താൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് മാനേജ്മെന്റ് ഗെയിംസ് ആണ്. മാനേജ്മെന്റ് ഗെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഓഫീസേഴ്സിനെയാണോ ട്രെയിൻ ചെയ്യേണ്ടത് ആ ഓഫീസേഴ്സിന് എന്ത് ചെയ്യും? ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ടൈം കൊടുക്കും. ആ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്ന് അണ്ടർ പ്രഷർ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആ ടൈമിനുള്ളിൽ തീർക്കണം, ഇന്ന ടൈമിൽ തീർക്കണം എന്ന് പറഞ്ഞിങ്ങനെ പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള പ്രഷർ ചെലുത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ടൈം പ്രഷറിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഇഷ്യൂനെ ഇല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ, ഒരു സാഹചര്യത്തെ എങ്ങനെ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് മാനേജ്മെന്റ് ഗെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്? കൃത്യമായ പ്ലാനിങ് അവിടെ ഉണ്ടാകും, സ്ട്രാറ്റജി ഉണ്ടാകും, റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടാകും അല്ലെ? ഇവിടുത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്താണ്? അവിടെ ഒരു ടൈം പ്രഷർ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ക്ലിയർ ആയോ മാനേജ്മെന്റ് ഗെയിംസ്? എല്ലാ മെത്തേഡ്സും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആണ്. ആക്ച്വലി ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സംടൈംസ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ അത് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, ഓരോന്നും എവിടെയൊക്കെയാണ് എന്നുള്ളത് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് വിടാൻ പാടില്ല. ജസ്റ്റ് ാണ് ഞാനിത് പറയുന്നത്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? ഞാൻ പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നത് മാത്രമേ ചോദിക്കത്തുള്ളൂ, റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാ ട്രെയിനിങ് ഇപ്പൊ സൗണ്ട് ബ്രേക്ക് ഉണ്ടോ? ഓക്കെ ആയോ? ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരു ഇത് തോന്നിയിരുന്നു, റേഞ്ച് ഇഷ്യൂ വന്നെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആയോ?
ക്ലിയർ ആണല്ലോ അല്ലെ? ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ലോക്കൽ ലെവലിലും എന്തുണ്ട്, ഇതിലെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലും എന്തുണ്ട്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. പിന്നെ ഇത് ആർക്കാണ് ട്രെയിനിങ് നൽകുന്നതെന്നും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചേ പറ്റൂ. അപ്പൊ ഒന്നാമത്തേത് നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് മസൂറിയിലാണ്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സെൻട്രൽ ട്രെയിനിങ് നൽകുന്ന ആ ഒരു സെൻട്രൽ ട്രെയിനിങ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് IAS, IPS, IFS ഓഫീസേഴ്സിനെല്ലാം പ്രിലിമിനറി ട്രെയിനിങ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതിനുശേഷമാണ് IAS-നെ ഒരു സ്ഥലത്തേക്ക്, IPS-നെ ഒരു സ്ഥലത്തേക്ക്, IFS-നെ ഒരു സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ പ്രിലിമിനറി ട്രെയിനിങ് സെന്റർ ആണ് ഏതെന്ന് പറയുന്നത് നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സിറ്റുവേറ്റഡ് ഇൻ മസൂറി. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നിങ്ങൾ ഇത്രയും പഠിക്കുക. നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറിയാണ്. IAS ആൻഡ് അതർ സർവീസസിന് ട്രെയിനിങ് നൽകുന്നു. അത്രേ ഉള്ളൂ. പ്രിലിമിനറി ട്രെയിനിങ് ആണ് കേട്ടോ, ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് ന്യൂഡൽഹിയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും പഠിപ്പിക്കുന്നത്? ഇവിടെ റിസർച്ച്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഓൺ പോളിസി, ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ്. പോളിസിയെ കുറിച്ച്, ഗവേണൻസിനെ കുറിച്ച്, മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തുവാനും ട്രെയിനിങ് നൽകുവാനും, ഇതിലൊക്കെ ട്രെയിനിങ് നൽകുവാനും ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂഡൽഹി. ഓക്കെ. ഇനി മൂന്നാമത്തേത് നിങ്ങൾക്ക് അറിയായിരിക്കും, നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലാണ് അല്ലെ. ഇതാർക്കാണ് കൊടുക്കുന്നത്? IPS ഓഫീസേഴ്സിനാണ് അല്ലെ. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ് ഫോർ IPS ഓഫീസേഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അവർക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള ട്രെയിനിങ്ങിനാണ് നൽകുന്നത്? റിലേറ്റഡ് ടു ലോ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് പബ്ലിക് ഓർഡർ. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് പഠിക്കുക. നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലാണ്, IPS ഓഫീസേഴ്സിനുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ആണ്. ഡെറാഡൂണിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പേരിൽ തന്നെയുണ്ട് അല്ലെ, ഫോറസ്ട്രി ആൻഡ് എൻവയോൺമെന്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിന്റെ കണ്ടന്റ്. ഇല്ലെങ്കിൽ ഇതിൽ ട്രെയിനിങ് നൽകുന്നത് ഫോറസ്ട്രി ആൻഡ് എൻവയോൺമെന്റൽ അഡ്മിനിസ്ട്രേഷനിലാണ്. അത്രയും പഠിക്കാൻ. നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി, ഡെറാഡൂൺ. ആ പേരിൽ തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ സ്പെഷ്യലൈസേഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. അടുത്തത് ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹി ആണ്. ഇതപ്പോൾ ആർക്കായിരിക്കും സർവീസ്? ഫോറിൻ അല്ലേ. ഫോറിൻ ആകുമ്പോൾ ആർക്കായിരിക്കും? നമ്മുടെ IFS ഓഫീസേഴ്സിനായിരിക്കും അല്ലെ. ഡിപ്ലോമസി, ലാംഗ്വേജസ്, ഇന്റർനാഷണൽ ലോ, ഇതിലൊക്കെ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് IFS ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹി. ഓക്കെ. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടറിയേറ്റ് ട്രെയിനിങ് മാനേജ്മെന്റ്, ന്യൂഡൽഹി. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ന്യൂഡൽഹി, ഹൈദരാബാദ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്രട്ടറിയേറ്റ് സ്റ്റാഫിന് ഓഫീസ് റൂൾസ് പഠിപ്പിക്കുക, ഡ്രാഫ്റ്റ്, അതായത് ഇവരുടെ ഈ സെക്രട്ടേറിയറ്റിൽ കുറെ ഡ്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഡ്രാഫ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടറിയേറ്റ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് ഇൻ ന്യൂഡൽഹി. ഓക്കെ. അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. അത് ഹൈദരാബാദിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഫോക്കസ് എന്താണ്? റൂറൽ ഡെവലപ്മെന്റ്, പഞ്ചായത്തി രാജ് ആൻഡ് ഗ്രാസ് റൂട്ട് പ്ലാനിങ്. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, ഇല്ലെങ്കിൽ അവിടെയുള്ള പ്രോസസ്സുകൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഹൈദരാബാദ്. ലാസ്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യ, ഹൈദരാബാദിലാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സീനിയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും അതുപോലെ പബ്ലിക് സെക്ടർ എക്സിക്യൂട്ടീവ്സിനും ട്രെയിനിങ് നൽകുക, അഡ്വാൻസ് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്.
സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്ന ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതൊക്കെയാണ്. പഠിച്ചു വെക്കുക. നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ന്യൂഡൽഹി, നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ്, നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ഡെറാഡൂൺ, ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടറിയേറ്റ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് ന്യൂഡൽഹി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹൈദരാബാദ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യ ഹൈദരാബാദ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പലപ്പോഴും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വെറുതെ 1 മാർക്ക് കളയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഓക്കെ ആണോ? ഞാൻ ഇത്രേ ആഡ് ചെയ്തുള്ളൂ എന്നതുകൊണ്ട് ഇത് മാത്രമല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഇത് മാത്രമാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിചാരിക്കരുത്. ഇത് കൂടാതെ ഈ പറയുന്ന ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, റെയിൽവേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പോസ്റ്റൽ സർവീസസിൽ, കസ്റ്റംസ്, ഹെൽത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ മറ്റു പല ഏരിയാസിലും എന്തുണ്ട്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന സിവിൽ സർവൻസിനെ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെയാണ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ, അവരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ തന്നെ പറഞ്ഞാണ് സിലബസിൽ ടോപ്പിക് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ അത് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ട്രെയിനിങ് നോക്കാം. നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തണമെങ്കിൽ അവിടെ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? സോ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? റെലവൻസ്. അതായത് നമ്മുടെ സിറ്റിസൺസിന് ആവശ്യമുള്ള, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണോ അവർക്ക് വേണ്ടത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം ട്രെയിനിങ് നൽകേണ്ടത്. ഇതിലൊക്കെ നിങ്ങൾ ഈ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. റെലവൻസ്, കണ്ടിന്യൂറ്റി, പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ, എത്തിക്സ് ആൻഡ് വാല്യൂസ്, ഇങ്ങനെ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റെലവൻസ് ആണ്. അതായത് സിറ്റിസൺസിന് എന്താണോ ആവശ്യമുള്ളത് അതിൽ ട്രെയിനിങ് നൽകുക, ഇല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള, ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് നൽകുക. രണ്ടാമത്തേത് കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താ? തുടർച്ചയാണ് അല്ലെ. അതായത് ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ ഇൻഡക്ഷനോട് കൂടി എന്ത് ചെയ്യാൻ പാടില്ല? ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. റിഫ്രഷർ കോഴ്സുകളായിട്ടും മിഡ് കരിയർ പ്രോഗ്രാംസുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ക്ലസ്റ്റർ നൽകുന്നത്. ഇപ്പൊ കോളേജുകളിലാണെങ്കിൽ റിഫ്രഷ്മെന്റ് പ്രോഗ്രാംസ്, FDP, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നില്ലേ? അതായത് മാൻഡേറ്ററി ആണ് അല്ലെ. ഓരോ 2 ഇയേഴ്സ് കൂടുമ്പോഴും ഓരോ FDP എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനാകുമ്പോൾ ഓരോ ക്ലസ്റ്റർ കൂടണം എന്നുള്ളത് മാൻഡേറ്ററി അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ ജസ്റ്റ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മാത്രമുള്ള ആ ഒരു ഇൻഡക്ഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സിവിൽ സർവൻസിനും ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ട്രെയിനിങ് നിർത്താൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷർ കോഴ്സുകളായിട്ടും മിഡ് കരിയർ പ്രോഗ്രാംസുകളായിട്ടും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തേത് പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ആണ് കേട്ടോ. പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ട്രെയിനിങ് ഒക്കെ നടത്തുമ്പോൾ തിയറി ഇങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇന്ന കോൺസെപ്റ്റ് ഇന്നതാണ്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ഇത് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഈ കാണാതെ പഠിക്കുന്നത് പോലെ പഠിപ്പിച്ചു വെക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് അതിനെ കൊണ്ടുവരിക. വിച്ച് മീൻസ് നമ്മളിപ്പോ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ തടയണം. ഇപ്പൊ നിങ്ങൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉണ്ടല്ലോ, അവര് ചെയ്യുന്ന എന്താണ്? ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ അണയ്ക്കും എന്നവരെ എന്താണ് ബുക്ക് വായിച്ച് പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അവരെ ബുക്ക് വായിച്ച് പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? തീ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ അണയ്ക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ബുക്ക് വായിച്ച് പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അവർക്ക് എന്താണ്? പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അതിനെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം. അങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നൽകും. ഇല്ലെങ്കിൽ ലിവ്ഡ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കാണിക്കും. അങ്ങനെ തന്നെ പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ആണ്
ഇവർക്കും നൽകേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഫീൽഡ് വിസിറ്റുകൾ ഉണ്ടാവണം, പ്രൊജക്റ്റുകൾ നൽകുക, പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസുകൾ നൽകുക. ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ ആയിരിക്കണം ട്രെയിനിങ്ങിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ ആ ട്രെയിനിങ് ഒരു ഇഫക്റ്റീവ് ട്രെയിനിങ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് എത്തിക്സ് ആൻഡ് വാല്യൂസ്. ഇത് എല്ലാ മേഖലകളിലും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളിപ്പോ ഏത് ടൈപ്പ് ഓഫ് സ്കിൽസ് ഫോളോ ചെയ്താലും, ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഫോളോ ചെയ്താലും നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഓണസ്റ്റിയോടുകൂടി പ്രവർത്തിക്കണം, നമുക്ക് എമ്പതി ഉണ്ടാവണം, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ടു ദ പബ്ലിക് ഗുഡ്. അതായത് നമ്മൾ എപ്പോഴും എന്താണ് സിറ്റിസൺ സെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കുമല്ലോ. നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സിവിൽ സർവൻസിനെയാണ് കേട്ടോ. അപ്പൊ ഈ സിവിൽ സർവൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫോർ ദ സേക്ക് ഓഫ് സിറ്റിസൺസ് അല്ലെങ്കിൽ പീപ്പിൾ ആണല്ലേ. അങ്ങനെ വരുമ്പോൾ തന്നെ അവർക്ക് എപ്പോഴും എന്തായിരിക്കും? സത്യസന്ധമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇപ്പൊ ഒരു IPS ഓഫീസറിന്റെ അടുത്തോ ഒരു ACPയുടെ അടുത്തോ ഇല്ലെങ്കിൽ ഒരു DGPയുടെ ഒക്കെ അടുത്തോ എന്തെങ്കിലും ഒക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്ന ആളെ എന്താണ് ആ ഒരു എമ്പതറ്റിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റണം. അല്ലാതെ അതൊക്കെ ആളുടെ മാത്രം ഇഷ്യൂ ആണ്, നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അരഗന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവരോട് നമ്മൾ ബിഹേവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മിക്ക സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവത്തില്ല, ചിലർ വളരെ ക്രൂവലായിട്ടല്ലേ ഈ കംപ്ലൈന്റ് ഒക്കെ തരാൻ വരുന്നവരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ റേപ്പ് കേസ് വിക്ടിം അങ്ങനെയൊക്കെ ഉള്ളവരോട് വളരെ അരഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, വളരെ ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഓഫീസേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ലേ? അങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഇവർക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ ജനങ്ങളോട് എങ്ങനെയുണ്ട്? ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. നിങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാൻ ഇല്ലെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ബിഹേവ് ചെയ്യണം. നമ്മൾ മീൻസ് സിവിൽ സർവൻസ് ബിഹേവ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ട്രെയിനിങ് അതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിച്ചേരത്തുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സോ റെലവൻസ്, കണ്ടിന്യൂറ്റി, പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ, എത്തിക്സ് ആൻഡ് വാല്യൂസ്, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ലാസ്റ്റത്തെ പോയിന്റ് പറയാം. പറയട്ടെ? ഓക്കെ, ലാസ്റ്റ് വൺ, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഏതൊരു സിറ്റുവേഷൻ എടുത്താലും ഇല്ലെങ്കിൽ ഏതൊരു ട്രെയിനിങ് പ്രോസസ് എടുത്താലും ഏതൊരു ജോബ് എടുത്താലും അവിടെ ഫീഡ്ബാക്കിംഗ് സിസ്റ്റം ഉണ്ടാവണം അല്ലെ. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ക്ലാസ്സസ്, എങ്ങനെയുണ്ട് നോട്ട്സ്, എങ്ങനെയുണ്ട് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഞങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ഫീഡ്ബാക്കും എടുക്കാറുണ്ട് അല്ലെ. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അറിയാൻ നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, സെക്ഷണൽ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഇനി അങ്ങോട്ട് മോഡൽ ടെസ്റ്റുകൾ ഉണ്ടാവും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഒപ്പം തന്നെ നമ്മൾ നിങ്ങളോട് എന്ത് ചോദിക്കുന്നുണ്ട്? എങ്ങനെയുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫീഡ്ബാക്കിംഗ് സിസ്റ്റവും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു റിവ്യൂയിങ് പ്രോസസ്സും അതുപോലെ തന്നെ ഒരു ഫീഡ്ബാക്കിംഗ് സിസ്റ്റവും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ട്രെയിനിങ്ങിൽ ഇനി എന്തെങ്കിലുമൊക്കെ മെഷേഴ്സിൽ ലാക്കിംഗ് ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രെയിനിങ്ങിൽ. ക്ലിയർ ആയോ? എന്റെ കൺക്ലൂഷൻ ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ജസ്റ്റ്. ഓക്കെ ആണോ? ട്രെയിനിങ് ക്ലിയർ ആയോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ട മൊറാലെ അതുപോലെ തന്നെ ഡിസിപ്ലിൻ. എന്താണ് മൊറാലെ, എന്താണ് ഡിസിപ്ലിൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ലൈഡ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വളരെ ചെറുതായിട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നോക്കിയാലോ. മൊറാലെ ആൻഡ് ഡിസിപ്ലിനോട് പറഞ്ഞ് നമുക്കിന്ന് നിർത്താം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണേ. മൊറാലെ എന്ന് വെച്ചാൽ എന്താ? മൊറാലെ എന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് വേർഡ് ആണ്. ആ ഫ്രഞ്ച് വേർഡിന്റെ മീനിങ് കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസിപ്ലിൻ ആൻഡ് കോൺഫിഡൻസ്, പ്രൈഡ്,
ഫിക്സിംഗ് ഓഫ് പർപ്പസ്, ഫെയ്ത്ത് ഇൻ ദ കോഴ്സ് ഓഫ് ഫോർട്ട് ഫോർ എന്നുള്ളതാണ്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഓർക്കുക. മൊറാലെ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഒറിജിൻ ആണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതേ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ മൊറാലെ എന്ന വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രഞ്ച് വേർഡ് ആണ്. ഇതുകൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മളൊരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നിലകൊള്ളുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, അതിനെയാണ് നമ്മൾ മൊറാലെ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊറാലെ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ മെനി വേസ്, but all definitions revolve around the attitude towards the work for the accomplishment of organizational goals. അതായത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ഡെഫിനേഷൻസ് കാണാൻ സാധിക്കും. പക്ഷെ എല്ലാത്തിന്റെയും ക്രക്സ് എന്താണ്, ഇല്ലെങ്കിൽ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഒരു ഓർഗനൈസേഷണൽ ഗോള് അക്കംപ്ലിഷ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, അത് മാത്രമാണ് എല്ലാ ഡെഫിനേഷന്റെ ബേസ് ആയിട്ട് പറയുന്നത്. സോ നമുക്ക് പറയാൻ സാധിക്കും മൊറാലെ എന്ന് പറയുന്നത് ഓർഗനൈസേഷനുമായി ഇന്റിമേറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് മൊറാലെ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ മൊറാലെ ഹൈ ആണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്നത്, ഒപ്പം തന്നെ വർക്കേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെൽ മാനേഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ബിഹേവിയർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരോടും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്കിൽ, ആരോടും മോശമായിട്ട് ബിഹേവ് ചെയ്യാതെ, ജോലിയിൽ യാതൊരു തരത്തിലുള്ള കറപ്ഷനും കാണിക്കാതെ വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ലേ? അങ്ങനെയുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് വേണം? നല്ല മൊറാലെ വേണം അല്ലെ. അപ്പോൾ എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ മൊറാലേക്ക് അനുസരിച്ചിട്ട് അവിടുത്തെ പ്രൊഡക്ഷനും ഒപ്പം തന്നെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി വർക്കേഴ്സും കൂടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്തരത്തിൽ നല്ല മൊറാലെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദ മാനേജ്മെന്റ് ഷാൾ ഫൈൻഡ് ഇറ്റ് ഈസി ടു മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ആൻഡ് മേക്ക് ദം ഫീൽ ആസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പൊ അത്തരത്തിൽ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനോട് ആർക്കും താല്പര്യം ഉണ്ടാവും, മാനേജ്മെന്റിനും താല്പര്യം ഉണ്ടാകും. അവര് ആ ഓർഗനൈസേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അതെന്ത് സംഭവിക്കുക? അത് വർക്കേഴ്സിനിടയിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും, ഒപ്പം തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് അവരുടെ ജോലികൾ ചെയ്യുവാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? നമുക്ക് 2-3 ഡെഫിനേഷനിലേക്ക് പോകാം. ഒരുപാടൊന്നും പഠിക്കാനില്ല, 2-3 ഡെഫിനേഷൻസ് നോക്കാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്ന വില്യം സ്പ്രീഗലിന്റെ ഡെഫിനേഷൻ ആണ്. വില്യം സ്പ്രീഗൽ പറഞ്ഞിരിക്കുന്നത് മൊറാലെ ആസ് ദ കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് or mental health of a number of people who are related to each other on some basis. അതായത് എന്തിന്റെയെങ്കിലും അടിസ്ഥാനത്തിൽ, അതിപ്പം ഒരു ഓർഗനൈസേഷന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൊന്നും ആവണമെന്നില്ല, ഏതിന്റെയെങ്കിലും അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കിടയിലുള്ള മെന്റൽ ആയിട്ടുള്ള ഇല്ലെങ്കിൽ എന്താണ് ഒരു കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊറാലെ എന്ന് പറയുന്നത്. പരസ്പരം സഹകരണത്തോടു കൂടി തങ്ങളുടെ ജോലികൾ ചെയ്യാൻ നിലനിൽക്കുക, അതാണ് മൊറാലെ എന്നുള്ളതാണ് വില്യം സ്പ്രീഗൽ പറയുന്നത്. ഓക്കെ ആണോ? ദ കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓർ മെന്റൽ ഹെൽത്ത് ഓഫ് എ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഓൺ സം ബേസിസ്. രണ്ടാമത്തേത് അലക്സാണ്ടർ ലേറ്റൺ ആണ്. അലക്സാണ്ടർ ലേറ്റൺ പറയുന്നത് മൊറാലെ ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു പുൾ ടുഗദർ പെർസിസ്റ്റന്റ്ലി ഇൻ പെർസ്യൂട്ട് ഓഫ് എ കോമൺ പർപ്പസ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് മൊറാലെ എന്നാണ് അലക്സാണ്ടർ ലേറ്റൺ പറയുന്നത്. ക്ലിയർ ആയോ? മൊറാലെ ഇസ് ദ കപ്പാസിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ
to pull together persistently in pursuit of a common purpose. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രേ ഉള്ളൂ മൊറാലെ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് മൊറാലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മീനിങ് ഓഫ് ദി വേർഡ് അല്ല സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡിസിപ്ലിനും അല്ലെങ്കിൽ മൊറാലയുടെയും അതുപോലെ തന്നെ മീനിങ് ഓഫ് ദി വേർഡും കൂടെ പറയാം. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് മൊറാലെ. എന്തിനാണ് മൊറാലെ വേണ്ടത്? ഒന്നാമത്തേത്, ഒരു എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് ആണ് എന്ത് സംഭവിക്കുന്നത്, ആ കമ്പനിയിൽ എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യാം എന്ന് ഫെലോ വർക്കേഴ്സിനെ സ്വാധീനിക്കുന്നത് അല്ലെ. ഇപ്പം നിങ്ങൾ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ തന്നെ കോ വർക്കർ ആയിട്ടുള്ള ആള് വളരെ മിസ്ബിഹേവിംഗ് ആണ് നിങ്ങളോട് നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ പോലും തോന്നത്തില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പോലും തോന്നത്തില്ല അല്ലെ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ സെയിം ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അകൽച്ച ഫീൽ ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ അവിടെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ? ഇനി നിങ്ങളതൊരു കോപ്പറേറ്റീവ് വർക്കാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു വർക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് മൈൻഡ് കൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് പോകുന്നത് എങ്കിൽ ആ വർക്ക് ചെയ്തെടുക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ നല്ല മൊറാലെ വേണം അല്ലെ. അപ്പൊ ഒരു ഹൈ മൊറാലെ ഒരു ഓർഗനൈസേഷന്റെ നല്ല പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ലോ മൊറാലെ എന്ത് സംഭവിക്കും? ലോ മൊറാലെയാണ് ഉള്ളതെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഇല്ലെങ്കിൽ എന്താണ്, അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് ഈ ലോ മൊറാലെ കാരണമാകും അല്ലെ. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഹൈ മൊറാലെ ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിനോട് വളരെയധികം സഹകരണത്തോടെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. നല്ല ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ നല്ല ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരവരുടെ ജോലിയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. ഈ ജോലി എനിക്ക് നല്ലൊരു ഇതാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനോട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്, നല്ല ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. എംപ്ലോയീസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനും ഡിപ്പെൻഡബിലിറ്റി കൂട്ടുന്നതിനും പ്രൈഡ് കൂട്ടുന്നതിനും കോൺഫിഡൻസ് കൂട്ടുന്നതിനും ഒക്കെ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ഹൈ മൊറാലെ സഹായിക്കും. ഇനി മീനിങ് ഓഫ് ഡിസിപ്ലിൻ ആണ് അല്ലെ. അതായത് മൊറാലെ കഴിഞ്ഞു, നമ്മൾ ഡിസിപ്ലിനിലേക്കാണ് പോകുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമേ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് മൊറാലെ വന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലാറ്റിൻ ഒറിജിൻ ആണ് കേട്ടോ. ഇത് പഠിച്ചു വെച്ചോണം. ലാറ്റിൻ ഒറിജിൻ ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോ ലാറ്റിൻ വേർഡായിട്ടുള്ള ഡിസിപ്ലിന എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഡിസിപ്ലിൻ എന്ന ടേം ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം മാനേജ്മെന്റ്, റൂൾ, എഡ്യൂക്കേഷൻ, പ്രാക്ടീസ്, ടീച്ചിങ് ആൻഡ് ട്രെയിൻഡ് കണ്ടീഷൻ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ, വളരെ രീതിയിൽ ഒരു റിക്വയർഡ് ക്വാളിറ്റീസ് ഒരു ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു വർക്കറിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുക. നല്ല ഡിസിപ്ലിനോട് കൂടി ജീവിച്ചാലേ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ എന്നൊക്കെ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. അതേസമയം ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ ആവശ്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ദ മീനിങ് ഓഫ് ഡിസിപ്ലിൻ ഈസ് ടു ക്രിയേറ്റ് റെഗുലാരിറ്റി ഇൻ കോണ്ടാക്ട്. അതായത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൽ ഒരു റെഗുലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല വേർഡുകളിൽ നമ്മൾ ഈ ഡിസിപ്ലിൻ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ കൺട്രോൾ എന്ന് യൂസ് ചെയ്യാറുണ്ട്, റെഗുലേഷൻ എന്ന് യൂസ് ചെയ്യാറുണ്ട്, സെൽഫ് റീസ്ട്രെയിന്റ് എന്ന് യൂസ് ചെയ്യാറുണ്ട്, കോർട്ടസി എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല വേർഡുകൾ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഇതിൽ വരുമ്പോൾ സംടൈംസ് ഇതൊരു കൺട്രോൾ എന്ന ടേമിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ കൺട്രോൾ എന്ന് പറയുന്നതും ബാക്കി ഈ പറയുന്ന ടേമുകളും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഒരാൾ നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറില്ല, കൺട്രോൾ എന്ന് യൂസ് ചെയ്യാറില്ല, പകരം റെഗുലേഷൻ എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെയൊക്കെ സ്കൂളുകളിലാണെങ്കിലും കോളേജസിലൊക്കെ ആണെങ്കിലും
നമ്മൾ എന്താ പറയുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്, അല്ല റൂൾസ് ആൻഡ് കൺട്രോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. കൺട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ ഫോഴ്സ്ഫുള്ളി, ഇല്ലെങ്കിൽ ഒരു എന്താണ് ഓണർഷിപ്പ് പോലെ, ഇല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൺട്രോൾ എന്നുള്ളൊരു ടേം നമ്മൾ യൂസ് ചെയ്യാറില്ല. പൊതുവെ ഓർഗനൈസേഷനിൽ എന്താണ് യൂസ് ചെയ്യുക? റെഗുലേഷൻ എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. റെഗുലേഷൻ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് ഓർഗനൈസേഷനൊക്കെ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി ഈ റെഗുലേഷനും കോർട്ടസിയും ഒക്കെ ഒരേ ടേം ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡിസിപ്ലിൻ എന്ന വാക്കാണ്. കുറച്ചുകൂടെ എന്താ പ്ലീസിങ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എന്താണ് കാര്യം പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്നു, എന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത ഒരു ടേം എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് സെൻസും ഉണ്ടാക്കാത്ത ഒരു ടേം ആയിട്ടാണ് ഡിസിപ്ലിനെ പറയുന്നത്. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറയുക. ഇനി ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രേ ഉള്ളൂ. എംപ്ലോയീസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവരുടെ ജോബ് പെർഫോം ചെയ്യുക, അവരുടെ വർക്കില് സെക്യൂരിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ജോബിന് എതിരായിട്ട് നിലനിൽക്കുന്ന രീതിയിലും പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതൊരു സ്കൂളിന്റെ രീതിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്തായിരിക്കും? വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സ്റ്റുഡന്റ് ബിഹേവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സ്റ്റുഡന്റ് കൃത്യമായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടോ? സംടൈംസ് ടൈമിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും എല്ലാ സ്കൂളുകളിലും കോളേജസിലും ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും അല്ലെ? 9:30 to 3:30, ഇല്ലെങ്കിൽ 9 to 3, 10 to 4, അങ്ങനെ ഒരു ടൈം ഉണ്ടാവും കൃത്യമായിട്ട്. ആ ടൈമിനുള്ളിൽ തന്നെ ആ ഒരു സ്റ്റുഡന്റ് കോളേജിലേക്കോ സ്കൂളിലേക്കോ എത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ ഒരു വർക്കർ ടീച്ചർ ആ സമയത്തിനുള്ളിൽ തന്നെ കോളേജിലേക്കോ സ്കൂളിലേക്കോ എത്തുന്നുണ്ടോ? അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും ഓരോ ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ യൂണിഫോം കമ്പൽസറി ആണ് അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റുഡന്റ് യൂണിഫോം ധരിച്ചിട്ട് തന്നെയാണോ എത്തുന്നത്? ഇപ്പൊ ഓർഗനൈസേഷനുകളാണെങ്കിൽ ചില ഡ്രസ്സുകൾ, ഇപ്പൊ സ്ലീവ്ലെസ്സുകൾ ഇടാൻ പാടില്ല, ഇല്ലെങ്കിൽ ജീൻസ് യൂസ് ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ മാത്രമേ യൂസ് ചെയ്യൂ. ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫോർമൽസ് ആണ് അല്ലെ വേണ്ടത്. അപ്പൊ അത്തരത്തിൽ ഫോർമൽസ് ഒക്കെ ആണോ യൂസ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഡ്രസ് കോഡ്. പിന്നെ വർക്കിംഗ് അവേഴ്സ്, അത് ഡിപ്പെൻസ് ആണ്, ഓർഗനൈസേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാൽ പോലും അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള വർക്കിംഗ് അവേഴ്സിൽ അവർ ജോലി ചെയ്യുന്നുണ്ടോ, അതിനിടയിൽ ഇതിൽ ലൂസ് സ്റ്റോക്കിന് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിപ്ലിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ കൃത്യമായിട്ടുള്ള ബ്രേക്ക് അല്ലെ? ഇപ്പൊ ഒരു 8 മണിക്ക് ജോലി ചെയ്യാൻ കയറുന്ന ഒരാളാണെങ്കിൽ 10 മണിയാകുമ്പോൾ ആൾക്ക് ഒരു ടീ ബ്രേക്ക് ഉണ്ടാവും, ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു ലഞ്ച് ടൈം ഉണ്ടാവും, പിന്നെ ഒരു ഈവനിങ് എന്താണ് ടീ ബ്രേക്ക് ഉണ്ടാവും, ലാസ്റ്റ് 5 മണിയോട് കൂടി ആൾക്ക് ജോലി കഴിയും. നോർമൽ ആയിട്ടുള്ള ഒരു ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ബ്രേക്കുകൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്ന് എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. അല്ലാത്ത രീതിയിലുള്ള ലെഷർ ടൈം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? വർക്കിംഗ് ടൈമിൽ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പേഴ്സണൽ ഫോൺ കോൾസ്, ഇമെയിൽസ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുക, മറ്റ് സോഷ്യൽ മീഡിയാസ് നോക്കിയിരിക്കുക, ഇതെല്ലാം ഓർഗനൈസേഷന്റെ എത്തിക്സിനെതിരാണ് അല്ലെ? സോ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ബിഹേവിയർ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. പഠിക്കാനൊന്നുമില്ല. നിങ്ങളുടെ ചുറ്റിലേക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞതൊക്കെ? ഇവിടെ ഞാൻ ഒരിത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ പഠിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. അബദ്ധവശം ഒന്നെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് വായിച്ചു വിടുക. ഓക്കെ. ഇനി ലെവൽ ഓഫ് സൂപ്പർവിഷൻ. എന്തിനാണ് ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ മൊറാലയിൽ എന്തിനാണ് സൂപ്പർവിഷൻ വേണ്ടത്? ഇത്രേ ഉള്ളൂ. ആരെങ്കിലും നമ്മളെ നോക്കാൻ, ഇല്ലെങ്കിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ സൂപ്പർവൈസ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിലേ നമ്മൾ നന്നാവത്തുള്ളൂ അല്ലെ? മനുഷ്യന്റെ ബേസിക് സ്വഭാവം എന്താണ്? ഇപ്പൊ നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നു, നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവർ നമ്മളെ കാണുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന പോലെ ഡ്രസ്സ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? ഈവൻ നിങ്ങൾ മേക്കപ്പ് ചെയ്യാറുണ്ടോ? മുടി ചീവാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ്
നമ്മളൊരു പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിലാണോ നമ്മൾ വീട്ടിലിരിക്കുക? ഈവൻ ജസ്റ്റ് വീട്ടിൽ പോലും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളൊരു തേർഡ് ഐ എന്താണ് നോക്കാനുണ്ട് എന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെൽ ഡെവലപ്പ് ഡിസിപ്ലിൻഡ് ആവുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലും ഒരു തേർഡ് ഐ അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസ് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനോട് കൂടി ബിഹേവ് ചെയ്യത്തുള്ളൂ. അത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു നേച്ചറാണ് അല്ലെ, സ്വഭാവമാണ് അല്ലെ. അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈവൻ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും ബേസിക് ട്രേറ്റ് ആണ്. നമുക്കൊരു തേർഡ് ഐ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി നല്ല ഡിസിപ്ലിനോട് കൂടി ബിഹേവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ഉള്ളതുപോലെ. അതൊക്കെ ഈ പറയുന്ന ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ ആയോ? ദെൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. എന്താണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഇത്രയേ ഉള്ളൂ. ഒരു ഡിസിപ്ലിൻ നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ എംപ്ലോയീസിന് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു പ്രോഗ്രഷൻ കാണാൻ സാധിക്കണം. അതായത് ഒരു സിറ്റുവേഷൻ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുന്നു, ആ സിറ്റുവേഷനെ നോർമലി ഒരു എംപ്ലോയി വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ചുമ്മാ അങ്ങ് കൈകാര്യം ചെയ്യാന്ന് വിചാരിക്കുക. പക്ഷെ അത് കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാണ് എങ്കിൽ അതിന് കുറച്ചുകൂടി പ്രോബ്ലം സോൾവിങ് ഉണ്ടാവണം അല്ലെ. അത് ആ എംപ്ലോയി ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ആ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം ആ എംപ്ലോയി എന്ത് ചെയ്യുക, ആ ഒരു പ്രോബ്ലം സോൾവിങ് നടത്തുക. അങ്ങനെ നടത്തി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, അവിടെ ഒരു പ്രോഗ്രഷൻ ഉണ്ടാകും. അതിനെയാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനിടയിൽ റെസ്പോൺസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രോഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ എന്ത് ചെയ്യും, ഡിസിപ്ലിൻ പഠിപ്പിക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ഇല്ലെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അത് അവർക്കൊരു പണിഷ്മെന്റ് ആയിട്ടായിരിക്കും ആദ്യമേ തുടങ്ങുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് ഹോംവർക്കുകളൊക്കെ നൽകാറുണ്ട്. ഈ ഹോംവർക്കുകൾ നൽകിപ്പിക്കുന്ന എന്തിനാ, അവരെ പഠിപ്പിച്ച പോർഷൻസ് അവർക്ക് കൃത്യമായിട്ട് മൈൻഡിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളർത്തിയെടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോംവർക്കുകളൊക്കെ നൽകുന്നത്. എന്നാൽ ഈ ഹോംവർക്ക് ചെയ്യാതെ വരുന്ന ഒരു കുട്ടിയെ ടീച്ചർ അടിക്കാറില്ലേ? ആ അടിക്കുന്നത് എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് അല്ലെ. അതൊരു പണിഷ്മെന്റ് ആണ്. കാരണം അവരോട് പറഞ്ഞ ആ ഒരു ഡ്യൂട്ടി അവർ ചെയ്തില്ല, സോ നമ്മൾ പണിഷ്മെന്റ് നൽകുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം പണിഷ്മെന്റ് പേടിച്ചിട്ട് അവർ ഹോംവർക്ക് ചെയ്യും. ഹോംവർക്ക് ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് ആ ഒരു പോർഷൻ കുറച്ചുകൂടെ തറോ ആവും. ആ ഒരു തറോ മെത്തേഡിലൂടെ അവർക്ക് എന്താണ്, ആ ഒരു സബ്ജക്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രോഗ്രഷനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പണിഷ്മെന്റ് ആണ് എന്ന് പറയുന്നത് അത്തരത്തിൽ നൽകുന്നത്. സോ ഇതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കൃത്യമായിട്ട് പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലാരിറ്റി കിട്ടിയോ? ഡിസിപ്ലിൻ, മൊറാലെ, ട്രെയിനിങ് ഒക്കെ ക്ലാരിറ്റി കിട്ടിയോ? ഇത്രേ ഉള്ളൂ. നിങ്ങൾ ട്രെയിനിങ് നന്നായിട്ട് പഠിക്കുക, മൊറാലെ, ഡിസിപ്ലിൻ ജസ്റ്റ് വായിക്കുക. ഓക്കെ, അതിന്റെ ഒറിജിൻ ഒക്കെ ഒന്ന് നോക്കിയേക്കുക. അല്ലാതെ ഇതിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ ട്രെയിനിങ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാവേ. ഇതൊന്ന് മൊത്തത്തിൽ തീർന്നിട്ട് പിന്നെ ഒരു ചെറിയ 1-2 ടോപ്പിക്കുകളൂടെ ഉള്ളു. അതുകൊണ്ട് അതുകൂടെ അങ്ങ് തീർന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻസ് പറയാത്തത് കേട്ടോ. എനിക്കറിയാം ബഡ്ജറ്റിന്റെയും ഇതിന്റെയും ക്വസ്റ്റ്യൻസ് പറയാനുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഇനി ഒരു 1-2 ക്ലാസ്സിനുള്ളിൽ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങ് തീരും. അപ്പോൾ ഒരു ക്ലാസ് മൊത്തം ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ആണോ?